ഒരു ഗേങ് മെമ്പർ എറിഞ്ഞ ഡ്രഗ്സ് മുത്തശ്ശിയുടെ കയ്യിലാണ് കിട്ടിയത്. പോലീസിനെ അറിയിക്കുന്നതിനു പകരം അവർ അത് ഡ്രഗ് ഡീലറിന് തിരികെ നൽകി. പ്രത്യുപകാരമായി അവർക്ക് ജൂനിയർ ഡീലറായി ജോലി നൽകി. അവർ വേഷം ധരിച്ചു തെരുവുകളിൽ ഇറങ്ങി ഡ്രഗ്സ് വിൽക്കാൻ തുടങ്ങി. സാധനം കയ്യിലുണ്ട് എന്ന് അവർ പറഞ്ഞു. തുടക്കത്തിൽ ആരും അത് വാങ്ങാൻ തയ്യാറായില്ല. അവസാനം ആദ്യത്തെ കസ്റ്റമറിനെ അവർക്ക് ലഭിച്ചു. തുടർന്ന് അവർക്ക് കുറെ സ്ഥിരം കസ്റ്റമേഴ്സിനെ ലഭിച്ചു. ഒരു ദിവസം കച്ചവടം കഴിഞ്ഞ് മുത്തശ്ശി വീട്ടിലേക്ക് പോകുമ്പോൾ ഗേങ് മെമ്പേഴ്സ് അവരെ തടഞ്ഞു നിർത്തി കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പണവും കൊണ്ടുപോയി. മുത്തശ്ശി തന്റെ പ്രയത്നം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല. അവർക്കൊരു ബുദ്ധി തോന്നി. അവർ ഡ്രഗ്സ് മുട്ടയിൽ കലർത്തി നല്ലൊരു കേക്ക് ഉണ്ടാക്കി. എന്നിട്ട് ആദ്യം കൂട്ടുകാരികൾക്ക് കഴിക്കാൻ നൽകി. അവരെല്ലാം കേക്ക് കഴിക്കാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. പിറ്റേന്ന് തന്നെ മുത്തശ്ശി പുതിയ കേക്ക് കച്ചവടം ആരംഭിച്ചു. കസ്റ്റമേഴ്സിന്റെ തിരക്ക് കാരണം അവരുടെ കയ്യിലെ കേക്ക് മുഴുവൻ വിറ്റു തീർന്നു. പെട്ടെന്ന് തന്നെ മുത്തശ്ശി ആ മാസത്തെ ടോപ്പ് സെല്ലറായി മാറി. അവസാനം ബിഗ് ബോസിന് അവരെ കാണണം എന്ന് ആഗ്രഹമുണ്ടായി. അവർ കാറിൽ വെച്ച് കണ്ടുമുട്ടി. കച്ചവടം മൂന്നിരട്ടി ആക്കിയതിന്റെ രഹസ്യം എന്താണെന്ന് ബോസ് ചോദിച്ചു. തന്റെ രഹസ്യം പരസ്യമാക്കാൻ അവർ ആഗ്രഹിച്ചില്ല. ബോസിന് അവരെ ഇഷ്ടമായി. മുത്തശ്ശിയെ ആ പ്രദേശത്തെ പ്രധാന ഡീലറാക്കി. എന്നിട്ട് ലോക്കൽ ബോസിനെ ചവിട്ടി പുറത്താക്കി.